കുറച്ച് വേപ്പിൻ്റെ ഇല, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ഇതൊക്കെ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത പോർക്കാണിത്. അത് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഒറ്റ വിസിൽ മതി. നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അത് വെന്ത് കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മുറി നാളികേരം വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കുക. ഇനി മറ്റൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സബോള കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. സവോള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ കൂടി ഒന്ന് ചേർത്ത് വഴറ്റി എടുക്കുക. ആ വളർന്നു വരുന്നതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പാത്രം കരിഞ്ഞിരിക്കണമെന്ന് വിചാരിക്കേണ്ട. മറ്റൊരു ഇറച്ചി വെച്ചിട്ടുള്ള പാത്രമായിരുന്നു. ഇപ്പോൾ ഞാനത് കഴുകിയില്ലെന്നേ ഉള്ളൂ. അത് കരിഞ്ഞതൊന്നുമല്ല. അപ്പോൾ അത് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് അതിലേക്ക് ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ആ മസാല ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കുക. മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കരുത്. മൂടി വയ്ക്കാതെ ചെറിയ തീ കുറച്ച് വയ്ക്കുക. അങ്ങനെ ഇളക്കി ഒന്ന് വറ്റിച്ച് അതിൻ്റെ പോർക്കിൻ്റെ നെയ്യ് ഇങ്ങനെ ഉരുകി വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഈ കളറായിരിക്കും, പക്ഷെ ഇത് വറ്റിച്ച് വരുമ്പോൾ അവസാനം നല്ല ബ്രൗൺ, ഒരു ഡാർക്ക് കളറായിട്ട് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ നാളികേരം വറുത്തിടുമ്പോഴും അതുപോലെ സവോള കൂടുതലെടുക്കുമ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. എനിക്ക് ആ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ഒരു മധുരപ്പോട് കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. കഴിക്കാത്തവർ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാകും ഉറപ്പായിട്ടും.